നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. 101 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. മാലിന്യ സംസ്കരണം. ജില്ലാ കളക്ടറുടെ യോഗം പ്രഹസനമായെന്ന് BJP. അഷ്ടമുടിക്കായലിന്റെ മലിനീകരണം ഉൾപ്പെടെ കേൾക്കാൻ പോലും കളക്ടർ തയ്യാറായില്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ BB ഗോപകുമാർ 3 വോട്ട്, ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും കിട്ടി. കോട്ടയം സ്പീക്കർ വോട്ട് ചെയ്തില്ല. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടുകൾക്കാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോടൈം സ്പീക്കറായതിനാൽ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂരിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. CPMന്റെ AC മൊയ്തീനും BJPയുടെ BB ഗോപകുമാറുമായിരുന്നു LDFനും NDAയ്ക്കും വേണ്ടി മത്സരിച്ചത്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി 3 പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചുവെന്നതും പ്രത്യേകതയായിരുന്നു. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. സഭയിലെ മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLAയുമായ G സുധാകരനായിരുന്നു സഭയുടെ പ്രോടൈം സ്പീക്കർ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 4 പത്രികകളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം പ്രഹസനമായെന്ന് BJP ആരോപിച്ചു. അഷ്ടമുടിക്കായലിന്റെ മലിനീകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ചോദ്യങ്ങൾ കേൾക്കാൻ പോലും കളക്ടർ തയ്യാറായില്ല. കോർപ്പറേഷൻ മേയർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തടസ്സപ്പെടുത്തിയെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. PMAY പദ്ധതിയിൽ വീടുകൾ അനുവദിക്കുന്നില്ലെന്നും വട്ടക്കായലിന് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചെന്നും BJP കൗൺസിലർമാർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊല്ലം ജില്ലയിലെ നഗരസഭാ ചെയർമാൻമാരുടെയും കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് പ്രഹസനമായി മാറിയതെന്ന് BJP ആരോപിച്ചു. ആമുഖ പ്രസംഗങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ജില്ലാ കളക്ടറും കോർപ്പറേഷൻ മേയർ, സെക്രട്ടറി, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഹാൾ വിട്ടിറങ്ങുകയായിരുന്നു. ഖരമാലിന്യ സംസ്കരണത്തിന്റെ അപാകതകളിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എഴുന്നേറ്റ BJP പാർലമെന്ററി പാർട്ടി ലീഡർ TG ഗിരീഷിനെ മേയർ ഇടപെട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ജില്ലാ കളക്ടറോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് കളക്ടറോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും മേയർ തന്നെ ഇടപെട്ട് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നും BJP നേതാക്കൾ ആരോപിച്ചു. അഷ്ടമുടിക്കായൽ ഉൾപ്പെടെ ജില്ലയിൽ മലിനീകരണം നേരിടുകയാണ്. ജില്ലാ ആശുപത്രിയിലെ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ അഷ്ടമുടിക്കായലിലേക്ക് തള്ളുന്ന സാഹചര്യമാണുള്ളത്. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും മാലിന്യം കായലിലേക്ക് തള്ളുന്നു. ഇക്കാര്യത്തിൽ ചുമതലപ്പെട്ട ജില്ലാ കളക്ടർ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകുന്നില്ലെന്നുമാണ് BJP
കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തര മീറ്റിംഗ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷത വിളിക്കുകയുണ്ടായി. അത് വിളിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5/5/2026, അത് ഈ മാസം 5-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കരമാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അതുപ്രകാരം നമ്മുടെ ജില്ലാ കളക്ടർക്കാണെങ്കിൽ പൂർണ്ണ ചുമതല മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയുടെ മുഴുവൻ ചുമതലയും ജില്ലാ കളക്ടർമാർക്കാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ പരവൂർ, കരുനാഗപ്പള്ളി, അതോടൊപ്പം തന്നെ നമ്മുടെ പുനലൂർ, അതോടൊപ്പം തന്നെ കൊട്ടാരക്കര നഗരസഭ മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ, ഇവയെല്ലാവരും കൂടെ ചേർത്ത് അതിന്റെ ചെയർമാൻമാര്, കൊല്ലം കോർപ്പറേഷനിലെ മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, വിവിധ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ പങ്കെടുത്ത ഒരു യോഗമാണ് നടന്നത്. ആ യോഗത്തിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അതിന്റെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈനിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന് എത്രത്തോളം ഗൗരവമായിട്ട് കാണണമെന്നുള്ളൂ. പക്ഷേ ജില്ലാ കളക്ടർ വന്നു, യോഗം തുടങ്ങി ഉദ്ഘാടന ശേഷം പോലെ ഇത്തരത്തിൽ പതിവ് രീതിയിൽ സംസാര രീതികളെല്ലാം നടത്തിയതിനു ശേഷം ജില്ലാ കളക്ടർ അവിടെ നിന്ന് പോയി. ജില്ലാ കളക്ടർ പോകുന്നതിന് മുമ്പ് ഞാനൊരു ആവശ്യം ഉന്നയിച്ചു. നമ്മുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട മാലിന്യ സംസ്കരണത്തിലുള്ള അപാകതകളെ കുറിച്ച് ജില്ലാ കളക്ടറോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടി ഞാൻ എഴുന്നേൽക്കുകയും അഷ്ടമുടിക്കായലിനെ മലിനപ്പെടുത്തുന്ന കൈവഴികൾ അടയ്ക്കണം, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തുന്ന നടപടി അവസാനിപ്പിക്കണം, നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആകമാനം പാളിപ്പോയെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. ഞാങ്കടവ് പദ്ധതി 10 വർഷമായിട്ട് നടപ്പിലാവാത്തതിന് കാരണം പദ്ധതിക്ക് കൃത്യമായ രൂപരേഖയോ DPRO തയ്യാറാക്കാത്തത് മൂലമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. കിളികൊല്ലൂർ, അഞ്ചാലുമൂട് പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടണമെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഗതികേടാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഞാങ്കടവിൽ സംഭവിച്ചത് ചിന്നക്കട അടിപ്പാതയുടെ കാര്യത്തിൽ സംഭവിക്കാതെ ജനങ്ങൾ ജാഗരൂകരാകേണ്ടതുണ്ട്. UDF LDF കൂട്ടുകക്ഷി ഭരണമാണ് കോർപ്പറേഷനിൽ നടക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. കളക്ടറേറ്റിന് സമീപം കച്ചേരിക്കുളം ആമയിരഞ്ചാൻ തോടിന് സമമാണെന്നും 90 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടും തുക പാഴാക്കിയതായും സമീപത്ത് താമസിക്കുന്നവർക്ക് CRZ ബാധകമല്ലെന്ന് ഉത്തരവുണ്ടായിട്ടും PMAY പദ്ധതി പ്രകാരം വീടുകൾ അനുവദിക്കുന്നില്ലെന്നും തേവള്ളി മാർക്കറ്റ് ഉൾപ്പെടെ അനധികൃത കശാപ്പുകൾ നടക്കുകയാണെന്നും കൗൺസിലർ B ശൈലജയും പറഞ്ഞു. വട്ടക്കായലിന് അനുവദിച്ച പണം വകമാറ്റി മറ്റിടങ്ങളിലേക്ക് ചെലവഴിച്ചു. ഇതുമൂലം വട്ടക്കായൽ സംരക്ഷണം പാതി വഴിയിലാണ്. കൊല്ലം തോട് ഭിത്തികെട്ടി സംരക്ഷിക്കാത്തതിനാൽ വാഹനങ്ങൾ താഴെ വീഴുന്നത് പതിവാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. BJP പാർലമെന്ററി പാർട്ടി ലീഡർ TG ഗിരീഷ്, കൗൺസിലർമാരായ B ശൈലജ, ദീപിക പ്രമോദ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അഭിലാഷ് TR, പ്രവീൺ കുമാർ, സന്ധ്യ സജീവ, ഡെസ്റ്റിമോണ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കുവാൻ പ്രാപ്തി കാണിച്ചതിലൂടെ ഗ്രാമീണ ഇന്ത്യയിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന് കൊല്ലം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണമാണ് കൊല്ലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചത്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ഇന്ത്യയിൽ മാറ്റത്തിന്റെ കാറ്റുവിതച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മഹാത്മാഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും പിന്തുടർന്നാണ് രാജീവ് ഗാന്ധിയും നമ്മളെ വിട്ടുപിരിഞ്ഞത്. മറ്റ് രണ്ടെണ്ണവും കൊലപാതകങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഇന്നത്തേതല്ല, നമുക്കൊരു സംശയമില്ല. വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്ന, ശാസ്ത്രലോകത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടായിരുന്ന, അപഗാഢമായ പരിജ്ഞാനമുണ്ടായിരുന്ന നേതാവായിരുന്നു രാജീവ് ഗാന്ധി. ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അധികാര വികേന്ദ്രീകരണം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. സ്വാതന്ത്ര്യം നേടി ഇത്ര വർഷമായിട്ടും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അധികാരം കൈമാറാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. ഗാന്ധിജി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അധികാര വികേന്ദ്രീകരണത്തിന് ആവശ്യമായ അടിത്തറ പാകിയത്. DCC വൈസ് പ്രസിഡന്റ് S വിപിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി, G ജയപ്രകാശ്, സേതുനാഥപിള്ള, R രമണൻ, S ശ്രീകുമാർ, കുഴിയം ശ്രീകുമാർ, വാളത്തുങ്കൽ രാജഗോപാൽ, ഡോക്ടർ ഉദയാസ് കുമാരൻ, VS ജോൺസൺ, ഷേണായി, B ശങ്കരനാരായണപിള്ള, കോതേത്ത് ഭാസുരൻ, ഹബീബ് സേട്ട്, ഉദയ തുളസീധരൻ, അമൃതത്ത, സൈനുലാബുദ്ദീൻ, മാത്യൂസ്, സിദ്ധാർത്ഥനാശാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രക്താർബുദം ബാധിച്ച 10 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് 18-ാം വാർഡിൽ സനോജ് കുമാർ, അജിമോൾ ദമ്പതികളുടെ മകൻ അർണവ് S കുമാറാണ് ചികിത്സാ സഹായം തേടുന്നത്. രോഗത്തെ തുടർന്ന് സംസാരിക്കുവാൻ പോലും ബുദ്ധിമുട്ടാണ്. കൂലിപ്പണിക്കാരനായ സനോജ് കുമാറിന് മകന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ കഴിയുന്നില്ല. 70 ലക്ഷം രൂപയോളം വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ചികിത്സയ്ക്കായി സനോജ് കുമാറിന്റെ പേരിൽ
കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഓച്ചിറ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. രക്തദാനത്തിന് വേറിട്ട മാതൃക തീർത്ത് ഗ്രന്ഥശാല പ്രവർത്തകർ. വായനയിലൂടെ രക്തബന്ധം എന്ന പേരിൽ നടപ്പാക്കുന്ന പരിപാടിയാണ് ശ്രദ്ധേയമാകുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ, കേരള പോലീസ്, കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടക്കുന്ന വേറിട്ട പരിപാടിക്കാണ് കൊല്ലം ജില്ലയിൽ തുടക്കമായത്. യഥാസമയം രക്തം ലഭിക്കാത്തതിനാൽ അപകടത്തിൽപ്പെടുന്ന ഒട്ടേറെ ജീവനുകളുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിൽ സ്റ്റോറേജ് സംവിധാനമുള്ള ആശുപത്രികളിൽ മുൻകൂട്ടി രക്തം ദാനം ചെയ്യുക എന്ന പരിപാടിയാണ് വായനയിലൂടെ രക്തബന്ധം പദ്ധതി. ലൈബ്രറി കൗൺസിൽ കരുനാഗപ്പള്ളി മുനിസിപ്പൽ നേതൃസമിതിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. വലിയത്ത് കിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് കരുനാഗപ്പള്ളിയിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായി കരുനാഗപ്പള്ളി മുനിസിപ്പൽ നേതൃസമിതി 100 യൂണിറ്റ് രക്തമാണ് ആദ്യ ദിവസം നൽകിയത്. ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ള ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്വകാര്യ ആശുപത്രികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകർ രക്തദാനം നടത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 20 ലൈബ്രറികൾ തീരുമാനിച്ചാൽ 500 രൂപ വരെ അനായാസം കണ്ടെത്താൻ കഴിയും. എറണാകുളം താലൂക്ക് മൊത്തം നമ്മൾ തീരുമാനിച്ചാൽ 1000-1500 പേരെ അനായാസം കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള വലിയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ജില്ലയിലെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. പുസ്തകം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ ഏറ്റവും ജീവസുറ്റ ഒരു പരിപാടിയിലൂടെ സജീവമായി പങ്കാളികളാകുന്നു. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും കേരളത്തിന് മാതൃകയായവരാണ് നിങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതും വായനയിലൂടെ രക്തബന്ധം എന്ന ഈ ക്യാമ്പയിൻ വലിയ വിജയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന് മുൻകൈയെടുത്ത കരുനാഗപ്പള്ളി നേതൃസമിതി അംഗീകരിക്കുന്നു. ഇതൊരു തുടർ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കിംസാണ്. നഴ്സറി മന്തിന് ശേഷം കിംസും ലൈബ്രറി കൗൺസിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളിലും ഇടപെടാറുണ്ട്. ഞങ്ങളിവിടെ ഒരു കൺസെപ്റ്റ് അതിന് തുടർച്ച ഉണ്ടായില്ല, അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രോഗികളെക്കാൾ കൂടുതൽ ഏറ്റവും ആകുലതയോടുകൂടി ആശുപത്രി നടത്തുന്നവരാണ് പൈറ്റാനുള്ളത്. അപ്പൊ അവരുടെ റിഫ്രഷ്മെന്റിന് വേണ്ടി വായനയടക്കം ഞങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് അധ്യക്ഷത വഹിച്ചു. വലിയത്ത് ഹോസ്പിറ്റൽ എമർജൻസി വകുപ്പ് ഫിസിഷ്യൻ ഡോക്ടർ പ്രദീപ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജ്കുമാർ, നേതൃസമിതി കൺവീനർ എ സജീവ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടമായി കരുനാഗപ്പള്ളി മുനിസിപ്പൽ മേഖലയിലെ വിവിധ ഗ്രന്ഥശാലകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. വരും ദിവസങ്ങളിൽ താലൂക്കിലെമ്പാടുമുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ രക്തദാന പദ്ധതി ഏറ്റെടുക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുരയിടത്തിൽ നിന്നും മണ്ണെടുത്ത ഹിറ്റാച്ചിയും ടോറസും പിടികൂടി. സംഭവത്തിൽ പ്രതിഷേധവുമായി JCB ഓണേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. അഞ്ചലിലാണ് സംഭവം. നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് മണ്ണെടുത്തതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അഞ്ചൽ തടിക്കാട് പൊടിയാട്ടുവിള സ്വദേശി ജോൺസന്റെ പുരയിടത്തിൽ നിന്നുമാണ് 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണെടുത്തത്. പെർമിറ്റ് ലംഘനം നടത്തിയാണ് ഇവിടെ നിന്നും മണ്ണെടുത്തതെന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത്. ഒരേ സമയത്ത് ഒരു ഹിറ്റാച്ചിയോ JCB ഉപയോഗിച്ച് മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂ എന്നും പഞ്ചായത്ത് നൽകിയ പെർമിറ്റിൽ പറയുന്നുണ്ടെന്നും, എന്നാൽ ഒരേ സമയത്ത് 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണെടുക്കുകയും അമിതമായി ലോഡ് കയറ്റി പോകുന്നതായും കൺട്രോൾ റൂമിൽ ഫോൺ വഴി ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടിയെന്നുമാണ് അഞ്ചൽ SI SS ശ്രീജേഷ് പറഞ്ഞത്. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് തങ്ങൾ വസ്തുവിൽ നിന്നും മണ്ണെടുക്കൽ നടപടി ആരംഭിച്ചതെന്നാണ് JCB ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. പോലീസിന്റെ നടപടി നിയമപരമായി നേരിടുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ടൂറിസം സാംസ്കാരിക മന്ത്രിയായി ചുമതലയേറ്റ PC വിഷ്ണുനാഥിന് കുണ്ടറയിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. തഴുത്തലയിൽ നിന്നും ആരംഭിച്ച സ്വീകരണം കുണ്ടറ വേലുത്തമ്പി സ്മാരകത്തിൽ സമാപിച്ചു. വൻ ജനാവലിയാണ് മന്ത്രിയെ സ്വീകരിക്കാനെത്തിയത്. കേരളത്തിന്റെ ബഹുമാനായ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് ആകാശമായി ഇതാ ഈ വഴിത്താരകളിലൂടെ കടന്നു വരികയാണ്. കൊല്ലം ജില്ലയിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കൈപിടിച്ചുയർത്തി അങ്ങകലെ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കുണ്ടറയിലെത്തിയ PC വിഷ്ണുനാഥിന് തഴുത്തലയിൽ ആവേശോജ്വല സ്വീകരണം. മൂവർണ്ണക്കൊടികളും വർണ്ണ ബലൂണുകളും വാദ്യമേളങ്ങളും ആരവങ്ങളും നാടിനെ ഉത്സവഛായയിലാക്കി. തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തഴുത്തല കുരിശടിയിലും പ്രാർത്ഥിച്ച ശേഷം തുറന്ന ജീപ്പിലേക്ക് കയറിയ മന്ത്രിയെ നൂറുകണക്കിന് UDF പ്രവർത്തകർ ഇരുചക്രവാഹനങ്ങളിലും കാറുകളിലുമായി വരവേറ്റു. തൊഴിലാളികൾ മുദ്രാവാക്യം വിളിച്ചും ഹാരാർപ്പണം നടത്തിയും മന്ത്രിയെ സ്വീകരിച്ചു.
കുരീപ്പള്ളി, മൊയ്തീൻ മുക്ക, പെരുമ്പുഴ, ആശുപത്രി മുക്ക, മുക്കട, ഇളമ്പള്ളൂർ എന്നിവിടങ്ങളിലും മന്ത്രിയെ സ്വീകരിക്കാൻ വൻ ജനാവലിയെത്തി. ഒരു ആകാശമായി വിജയത്തിന്റെ പടയൊരുക്കി പടപ്പാട്ടിയൊക്കെ പടകാഹളം മുഴക്കി ഇതാ കണ്ണനല്ലൂരിന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അധികാര സാരഥ്യത്തിലേക്ക് വളർത്തിയെടുത്ത ഈ നാടിന്റെ വികസനത്തിന്റെ വിശ്വാസത്തിന്റെ ഇതിഹാസ നായകൻ PC വിശ്വനാഥ്. സ്വീകരണ ശേഷം മന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. പള്ളിമുക്ക് മേൽപ്പാലം നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് 5 വർഷവും നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കും. പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് കണ്ടാൽ തന്നോട് നേരിട്ട് അറിയിക്കണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു. ഇളമ്പള്ളൂരിലെ സ്വീകരണത്തിന് ശേഷം MLA ഓഫീസിലെത്തി കേക്ക് മുറിച്ച് പ്രവർത്തകരുമായി ആഹ്ലാദം പങ്കുവച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, UDF നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, ബ്ലോക്ക് പ്രസിഡന്റുമാരായ AL നിസാമുദ്ദീൻ, രാജു ഡി പണിക്കർ, നേതാക്കളായ E ആസാദ്, KRV സഹജൻ, K ബാബുരാജൻ, K സുരേന്ദ്രൻ, M തോമസ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ആശ്രമം മൈതാനത്ത് നടന്നു. 274 ബസ്സുകളാണ് പരിശോധനയ്ക്ക് എത്തിച്ചത്. ഇതിൽ 246 ബസ്സുകളാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. വാഹനത്തിന്റെ നിലവിലെ സ്ഥിതി, വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം, സുരക്ഷാമിത്ര എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് 23, 27 തീയതികളിൽ ചിന്നക്കടയിലെ ട്രാക്ക് ഓഫീസിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആശ്രമം മൈതാനത്ത് നടത്തിയ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയിൽ ജോയിന്റ് RTO ശരത്ചന്ദ്രൻ, AMV ഐഷിബു എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്താറുള്ളതുപോലെ തന്നെ ഇപ്രാവശ്യവും കൊല്ലം ജില്ലയിലെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ബസ്സുകളുടെ പരിശോധനയും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സുരക്ഷാ പരിശോധനയിൽ ഫിറ്റ്നസ്സിൽ പാസ്സാകുന്നവർക്ക് നമ്മളൊരു സ്റ്റിക്കർ പതിക്കുന്നതായിരിക്കും. ഇതിനുശേഷം എല്ലാ ഡ്രൈവർമാർക്കുമുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തുന്നുണ്ട്. എല്ലാ ഡ്രൈവർമാരും അതിലും കൂടി പങ്കെടുക്കേണ്ടതാണ്. മെയ് 20, 23, 25 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ക്ലാസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരും 27-നും എല്ലാവരും അവരുടെ സൗകര്യാർത്ഥമുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് കൊല്ലം ചിന്നക്കടയിലുള്ള ട്രാക്കിൻ്റെ ട്രെയിനിങ് ഹാളിൽ വെച്ചാണ് ഇത് നടത്തപ്പെടുന്നത്. അതിലും കൂടെ പങ്കെടുക്കണം. കുട്ടികളുടെ സുരക്ഷ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ പരിശോധനയും വളരെ കർശനമായിരിക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്. കൊല്ലം RTO K അജിത് കുമാർ, ജോയിന്റ് RTO ശരത്ചന്ദ്രൻ, MVIമാരായ സൂരജ്, ബിനു കുഞ്ഞുമോൻ, വിനോദ, AMVIമാരായ ഷബീർ അലി, അനൂപ് ശിബു തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. 101 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. മാലിന്യ സംസ്കരണം. ജില്ലാ കളക്ടറുടെ യോഗം പ്രഹസനമായെന്ന് BJP. അഷ്ടമുടിക്കായലിന്റെ മലിനീകരണം ഉൾപ്പെടെ കേൾക്കാൻ പോലും കളക്ടർ തയ്യാറായില്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.